ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്നു. എന്നാൽ അവരിലെല്ലാവരിലും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ്? അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സമ്പന്നരെയോ ശക്തരെയോ പ്രശസ്തരെയോ കാണാൻ ഭംഗിയുള്ളവരെയോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നത് ഇത്തരക്കാരാണ്. അവരുടെ ചില ഗുണങ്ങൾ ഇതാ. ഈ ഗുണങ്ങൾ നമ്മളിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നവനാണ്. തെറ്റുകൾ ചെയ്ത ശേഷം, അബദ്ധവശാൽ തെറ്റുകൾ ചെയ്ത ശേഷം അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു മടങ്ങുന്നവരെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു. അതുപോലെ ക്ഷമയുള്ളവൻ. രോഗം, ദാരിദ്ര്യം, വിഷമങ്ങൾ എന്നിവ മൂലം ഒരുപാട് വിഷമങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇതിനൊക്കെ ക്ഷമയുള്ളവനെ അള്ളാഹു ഏറെ സ്നേഹിക്കുമത്രേ. സത്യം പറയുക ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ്. സത്യം പറയുന്നവനെ അള്ളാഹു സ്നേഹിക്കുന്നു. അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് സത്യം പറയുന്നവനെ. മറ്റൊരു വ്യക്തിയാണ് കരുണ കാണിക്കുന്നവൻ. മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും അയൽക്കാരോടും ദരിദ്രരോടും മൃഗങ്ങളോട് പോലും മറ്റു ജീവികളോട് പോലും കരുണ കാണിക്കുന്നവനെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, രോഗികൾക്ക് ആശ്വാസമാകുക, വിഷമിക്കുന്നവരെ സഹായിക്കുക, ഇതൊക്കെ കരുണയിൽപ്പെട്ടതാണ്. ഇങ്ങനെ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്നവർ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ, സദക്ക, അങ്ങനെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ നമുക്ക് അള്ളാഹുവിനെ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്നവൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണ്. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകാൻ വേണ്ടി കൂടുതൽ സമ്പത്തോ പ്രശസ്തിയോ ആവശ്യമില്ല. തൗബ ചെയ്യുക, സത്യം പറയുക, ക്ഷമ പാലിക്കുക, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ വിശ്വസിക്കുക. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ആശ്രയിക്കുക. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, അള്ളാഹുവിനോട് നന്ദി പറയുന്നത്, മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുക. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുകയും നമുക്ക് തെറ്റ് സംഭവിച്ചാൽ മറ്റുള്ളവരോട് അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുക. ഇങ്ങനെ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകാൻ വേണ്ടിയിട്ടുള്ള ചില ഗുണങ്ങളാണ് ഇവ. ഈ ഗുണങ്ങളെങ്കിലും നമുക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കരുണയും സ്നേഹവും ലഭിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.